ഇന്ന് സൺഡേ ആയിട്ട് സൺഡേ സ്പെഷ്യൽ എന്താ ഉണ്ടാക്കണമെന്ന് അറിയോ? പേളി മാണിയുടെ ഒരു നെയ്ച്ചോറും ചിക്കനും ആട്ടോ ഉണ്ടാക്കണത്. ഇത് എനിക്ക് തോന്നുന്നു ഒരു വർഷമായി അവർ പോസ്റ്റ് ചെയ്തിട്ട്, പക്ഷെ ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഉണ്ടാക്കണത്. നമ്മളിത് ഉച്ചക്കാട്ടോ ഉണ്ടാക്കണത്, ഈ നെയ്ച്ചോറും ചിക്കനും. പക്ഷെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണത് നമ്മളെ നൂൽപുട്ടും കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നൂൽപുട്ട് ഉണ്ടാക്കാൻ ഞാൻ തേങ്ങ ഇടും കേട്ടോ. അപ്പോൾ തേങ്ങ പൊട്ടിച്ചപ്പോൾ ഞാനൊരു 4 തേങ്ങ നമ്മളിവിടെ ഗുപ്ത സ്റ്റോറിൽ നിന്ന് നമ്മുടെ നാട്ടിലത്തെ തേങ്ങ കേട്ടോ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു തേങ്ങ പൊട്ടിച്ചപ്പോൾ കേട്, ഭയങ്കര സ്മെല്ല്. കാണാനൊന്നും വലിയ കുഴപ്പമില്ല, പക്ഷെ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തെയും പൊട്ടിച്ചപ്പോൾ ഇതേ സ്ഥിതി തന്നെ കേട്ടോ. പിന്നെ മൂന്നാമത്തേലാണ് എനിക്കൊരു കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നത്, അത് റെഡിയായി വന്നു കേട്ടോ. പിന്നെ ഒരെണ്ണം ഞാൻ പണ്ട് പൊടിച്ചിട്ടുണ്ടായിരുന്നു, പണ്ടല്ല കുറച്ച് ദിവസം മുന്നേ പൊടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങ. നമ്മൾ ഇത്രയും റേറ്റൊക്കെ കൊടുത്ത് തേങ്ങ മേടിച്ചിട്ട് കേട് വരുമ്പോൾ ഭയങ്കര ഒരു സങ്കടമാണ് കേട്ടോ. എത്ര രൂപ? രണ്ട് തേങ്ങയ്ക്ക് ഇപ്പോൾ 100 രൂപ പോയില്ലേ? 100 രൂപ അങ്ങോട്ട് ഗോവിന്ദ. അങ്ങനെ നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കി. നൂൽപുട്ടിനാണെങ്കിൽ എൻ്റെ വെള്ളം കുറവായിട്ടാണ്, എന്തോ കൂടുതലായിട്ടല്ല, കുറവായിട്ട് ഭയങ്കര ഹാർഡായിപ്പോയി. എന്നിട്ട് അത് തിരിക്കാൻ പെട്ട പാട്, എൻ്റെ അമ്മോ എനിക്ക് പ്രാന്തായി. എന്നിട്ട് ഞാൻ കടലക്കറിയൊക്കെ അങ്ങോട്ട് ഉപേക്ഷിച്ചു, പഞ്ചസാര കൂട്ടി അങ്ങോട്ട് തിന്നു. അല്ല അപ്പം ഞാൻ എന്ത് പറയാനാ, ഭയത്തിന് ഉമേഷ് ഉണ്ടായിരുന്നില്ല, ഉമേഷിന് ഡ്യൂട്ടി ആയിരുന്നു. പിന്നെ നമ്മൾ ഉച്ചയായിട്ട് പേളിമാണിയുടെ നമ്മുടെ നെയ്ച്ചോറും ചിക്കനും ഉണ്ടാക്കിയിട്ടോ. ഞാനാണെങ്കിൽ ഇവരുടെ വീഡിയോ മുന്നേ കണ്ടിട്ടില്ല. അപ്പോൾ അതിലാണെങ്കിൽ കുറേ മുളക് ഇടുന്നു, 10 എണ്ണമൊക്കെ ഇടുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു 10 മുളക് ഇട്ടാലായിരിക്കും കുഴപ്പം ടേസ്റ്റ് ഉണ്ടാവുക. ഞാനാണെങ്കിൽ 10 മുളകൊക്കെ കണ്ടിച്ച് ഇങ്ങനെ വെച്ചു, കട്ട് ചെയ്ത് വെച്ചു. ഞാനിങ്ങനെ വിചാരിച്ചു ഈ 10 മുളകൊക്കെ ഇട്ട് നല്ല എരിവ് ഉണ്ടാവില്ലേ, പിള്ളേർക്കൊക്കെ എങ്ങനെ കൂട്ടാമെന്ന് കേട്ടോ. പിന്നെയാണ് പറയണത് 10 മുളകിന് വലിയ എരിവില്ലാത്ത മുളകായിരുന്നു. പക്ഷെ ഞങ്ങളുടെ മുളകാണെങ്കിൽ എരിഞ്ഞ് പണ്ടാറാണെങ്കിൽ പോണ മുളകാണ് കേട്ടോ. എല്ലാം പുകഞ്ഞ് അങ്ങോട്ട് പോകും, എന്താ പറയുക, അത്ര എരിവുണ്ട്. എന്നിട്ട് ഞാനൊരു 2 കഷ്ണം മുളക് ഇട്ടുള്ളൂ കേട്ടോ. പറഞ്ഞ് ഞാൻ എവിടെ എത്തി? നമ്മുടെ നെയ്ച്ചോറ് ചിക്കൻ റെഡി ആയിട്ടോ. ചിക്കൻ അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കി കേട്ടോ. നെയ്ച്ചോറിൽ ആ പച്ച ഒരു അരപ്പൊക്കെ ചേർക്കുന്നുണ്ടാവും, പച്ച കളർ പോലൊക്കെ ഇരിക്കും. പക്ഷെ വെന്ത് കഴിഞ്ഞാൽ പച്ച കളറൊന്നും ഇല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ പച്ച കളറിൽ മല്ലിയിലയും മുളകും പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ട് അരക്കണമാണ് കേട്ടോ. കാഷ്യൂനട്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് റെഡിയായി. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കഴിച്ചു കൂട്ടോ. എന്നിട്ട് ഇന്നും അടുക്കളയിൽ നിൽക്കാൻ പറ്റൂല കേട്ടോ, അത്രയ്ക്ക് ചൂടാണ് ഇവിടെ. ചുട്ട് ചത്തുപോകും. പിന്നെ നാട്ടിലാണെങ്കിൽ ഭയങ്കര പാമ്പും ചൂടും ഓർക്കുമ്പോൾ തന്നെ പേടിയാവണം. ഇവിടെ ഉണ്ട് തോന്നുന്നു പാമ്പും ചെമ്പൊക്കെ, പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നടന്നിട്ട് നൈഹു സൈക്കിൾ ഓടിച്ചു കേട്ടോ. കടയിലൊക്കെ പോയി, അത്രേ ഉള്ളൂ. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.